മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. വിജ്ഞാനികളുടെ മരണം ലോകത്തിൻ്റെ മരണമാണ് എന്ന് പറയുന്നത് അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. മനുഷ്യജീവിതത്തിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എല്ലാറ്റിലും എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവുണ്ടായിരിക്കണം. ഈ അറിവുകൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്നവർ, അറിവ് പഠിപ്പിക്കുകയും പകർത്തിക്കൊടുക്കുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഒരു വിഭാഗം തന്നെ ഇവിടെ ഉണ്ടാകണം. മറ്റൊരു തൊഴിലും ചെയ്യാതെ മുഴുവൻ സമയവും അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമ്പോഴാണ് അറിവുകൾ കൂടുതൽ നേടുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടവരും സാധാരണ ജീവിതവുമായി ബന്ധപ്പെടുന്ന ആളുകളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അറിവുകൾ മാത്രമാണ് നിർബന്ധമായും നേടിയിരിക്കേണ്ടത് എങ്കിൽ, ഉലമാക്കൾ എന്ന് പറയുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ അറിവുകൾ മാത്രം നേടുന്നവരല്ല. തൻ്റെ ചുറ്റുപാടിലുമുള്ള ആളുകൾക്ക് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളിലും അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും സംശയനിവാരണം നടത്താനും നല്ല കാര്യങ്ങളിൽ അവരെ ഉപദേശിക്കാനും നിർദ്ദേശം നൽകാനും, മാത്രമല്ല ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ തടയാനും അതിനെതിരെ ശബ്ദിക്കാനും എല്ലാം തയ്യാറാകണം. وعالم نصب في الدنيا ليدفع عن خلق مضرة ما في الدين محتسبا. ദീനിൽ സമൂഹത്തിൽ ഉയർന്നു വരുന്ന പിഴച്ച ചിന്താഗതികളെയും നൂതനാശയങ്ങളെയും തടയുക എന്നത് പ്രബോധകന്മാരുടെ ദൗത്യമാണ്, പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണ്. അവരത് നിർവഹിക്കുന്നില്ല എങ്കിൽ ഈ സമൂഹം തന്നെ ഇല്ലാതായി പോകും. നന്മ ഉപദേശിക്കുക എന്ന് പറയുന്നതും തിന്മ വിരോധിക്കുക എന്ന് പറയുന്നതും ഇവിടെ നടക്കരുത്, അതില്ലാതാക്കണം എന്നാണ് പടിഞ്ഞാറൻ സംസ്കാരം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രനായി മനുഷ്യൻ അവന് തോന്നുന്ന രീതിയിൽ ജീവിക്കട്ടെ എന്നുള്ളതാണ്. അത് കപ്പലിൻ നോട്ടയുണ്ടാക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഡെക്കിലിരിക്കുന്ന വൃദ്ധന്മാരുടെ ഉദാഹരണമാണ്. കപ്പലിലേക്ക് വെള്ളം കയറിയാൽ എല്ലാവരും താഴ്ന്നു പോകും. ഇതുപോലെ സമൂഹത്തിൽ അക്രമവും അരാജകത്വവും വേണ്ടാത്തരങ്ങളും വർദ്ധിച്ചാൽ, മദ്യവും മയക്കുമരുന്നും കൊള്ളയും കൊള്ളിവെപ്പും മദിരാക്ഷിയും വർദ്ധിച്ചാൽ അത് ഈ നാടിനെ മൊത്തം നശിപ്പിച്ചു കളയും. അവിടെ ദീൻ പറയുന്നവരുണ്ടാകണം. ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. തനിക്കറിയുന്ന അറിവ് വെച്ചുകൊണ്ട് തൻ്റെ മക്കളെ ഉപദേശിക്കണം, സഹോദരന്മാരെ ഉപദേശിക്കണം, അയൽവാസികളെ ഉപദേശിക്കണം. പരസ്പരം അറിയുന്ന സത്യമാണെന്ന് ബോധ്യമുള്ള അറിവുകൾ വെച്ചുകൊണ്ട് ഉപദേശിക്കണം. എന്നാൽ സംശയമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യരുത്. അത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാരിലേക്ക് മടക്കണം. മുതിർന്ന പണ്ഡിതന്മാരോട് ചോദിക്കണം. അവർ അതിനേക്കാളും വലിയ സങ്കീർണമായ വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെയും മേലെയുള്ള ആളുകളിലേക്ക് മടക്കണം. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിരുന്ന ഹദീസ് പണ്ഡിതൻ ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ അഹമ്മദ് നെല്ലിക്കുത്തി റഹിമഹുല്ലാഹ് ഹദീസ് വിജ്ഞാനീയത്തിൽ അഗാധ പാണ്ഡിത്യം നേടുകയും ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ആയിരക്കണക്കിന് മുതഅല്ലിമുകളെ പഠിപ്പിക്കുകയും ചെയ്ത മഹാപണ്ഡിതൻ. അതുപോലെ ചെറിയ എ പി ഉസ്താദ് AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം കർമ്മശാസ്ത്രവും ഹദീസും ഖുർആൻ വ്യാഖ്യാനവും അങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചിരുന്ന തലയെടുപ്പുള്ള സമസ്തയുടെ സെക്രട്ടറി ആയിരുന്നു AP മുഹമ്മദ് മുസ്ലിയാർ. അതേപ്രകാരം മർക്കസ് ജാമിയയിലെ മുതിർന്ന ഹദീസിൻ്റെയും ഫിഖ്ഹിൻ്റെയും മറ്റും എല്ലാം വിഷയങ്ങളിലെ
സീനിയർ മുദരിസുകളിൽപ്പെട്ട ആളായിരുന്നു പടനിലം ഹുസൈൻ മുസ്ലിയാർ. അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ പണ്ഡിതനും നേതാവും ഈ നാടിനെ പല വിഷയങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത മഹാനായ സയ്യിദായിരുന്നു. സ്വന്തം നാട് ഒരു മോഡൽ വില്ലേജാക്കി അവിടുത്തെ മസ്ജിദും മദ്രസയും ജനക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹ്യ വിഷയങ്ങളിലും എല്ലാം ഇടപെട്ടുകൊണ്ട് ഒരു നാടിൻ്റെ കൃത്യമായ ഭരണം നടത്തിയിരുന്ന സയ്യിദ് അവർകൾ പിന്നീട് ഈ സംസ്ഥാന തലത്തിൽ തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും പണ്ഡിത സഭയുടെയും എല്ലാറ്റിൻ്റെയും വളരെ തലയെടുപ്പുള്ളൊരു നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള മഹാനരാണ്. ഇവരുടെ എല്ലാം ഓർമ്മ പെരുന്നാളാണ്. അവരുടെ എല്ലാം ഓർമ്മ പുതുക്കുന്ന സമയമാണ് ഈ ദിവസങ്ങൾ. അവേലത്ത് അവിടുത്തെ അനുസ്മരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച അതിൻ്റെ സമാപനമാണ്. നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെയും ചെറിയ എ പി ഉസ്താദിൻ്റെയും പടനിലം ഉസ്താദിൻ്റെയും അതുപോലെയുള്ള നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹത്തുക്കൾ അള്ളാഹുരുടെ എല്ലാം ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ, ഖബർ വിശാലമാക്കട്ടെ, ദർജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. അവർക്കിവിടെ ചെയ്തു വെച്ചിട്ടുള്ള മഹത്തായ വിജ്ഞാനത്തിൻ്റെ സേവനങ്ങളെ പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ.